ഹായ് ആൾ, ദിസ് ഇസ് ഓഗസ്റ്റ് 2 സൺഡേ മോർണിംഗ് വ്ളോഗ്. അപ്പോൾ ഞങ്ങളൊരു 8 മണിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. കൂട്ടി രാത്രി ഇറങ്ങിയപ്പോൾ 2 മണിയായിട്ടോ. അപ്പം കാറിൽ കയറിയപ്പോഴേ ആൾ ഉറക്കേ. ഞങ്ങൾ മേനംകുളം ബീച്ചിലേക്കാണ് പോയത്. ഇൻസ്റ്റയിലൊക്കെ കുറേ നാളായിട്ട് കാണുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്താവോ ഏതാണെന്ന് അറിയില്ല, എന്നെക്കുട്ടി സഹകരിക്കില്ലെന്നൊന്നും അറിയില്ലായിരുന്നു. ഓഗസ്റ്റ് 2 അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ഒന്നിനും ടൈം കിട്ടിയില്ല. അന്നക്കുട്ടിയുടെ സിംഗിൾ ഫോട്ടോസ് ഒന്നും ഞങ്ങൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന്റെ വാട്ടവും പലിശയൊക്കെ ഈ വർഷം അങ്ങ് തീർത്ത് കേട്ടോ. എല്ലാത്തിനും കൂട്ടായി ഞങ്ങളുടെ ഇത്തവണയും ഭദ്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചാറ്റൽ മഴ ആരംഭിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കേക്ക് വാങ്ങാൻ വിജയലക്ഷ്മി ചേച്ചിയുടെ അടുത്തേക്കാണ് പോയത്. കുട്ടിക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഒരു ക്യാറ്റ് ഫേസ് ആണ് പറഞ്ഞത്. അടിപൊളിയായിട്ട് ചേച്ചി ചെയ്തു. കേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഷാലു, അനീഷ, അതുലിയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് ബലൂണൊക്കെ സെറ്റാക്കിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചടപടിയെന്ന് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു. അന്നെക്കൂടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇക്കൊല്ലം അവൾ ഒരുപാട് ബർത്ത്ഡേസ് കണ്ടു, എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനും ശ്രീയൊക്കെ ശരിക്കും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് സാരി ചൂസ് ചെയ്തത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നിനും സമയം കിട്ടില്ല. 8 പിടിയെന്നായിപ്പോയി. അന്നക്കുട്ടിക്ക് വലിയ സർപ്രൈസുകളൊന്നും കൊടുത്താലും ഓർത്തിരിക്കാനുള്ള ഒരു ഏജ് ആവാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെറിയ രീതിക്ക് ആഘോഷിച്ചത്. അന്നക്കുട്ടി 2 എന്ന് എഴുതിയ ക്യാൻഡിൽ ഊതിക്കെടുത്താൻ മറന്നു കേട്ടു. എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് അന്നക്കുട്ടി അത് ഊതിക്കെടുത്തിയത്. കേക്ക് കട്ട് ചെയ്ത പാടെ അന്നക്കുട്ടി എന്നെ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. ആർക്കും കൊടുത്തില്ല. അന്നക്കുട്ടിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് അവളുടെ ദിവസമല്ലേ, അവൾ എന്നെ കഴിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. ഭയങ്കര സന്തോഷം. ഞാൻ നീനുമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നീനുമ്മ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നീനുമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, സ്ഥലത്തില്ലായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേ സൺഡേ ആയതുകൊണ്ട് നീനുമ്മിന് വരാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നീനുമ്മയ്ക്ക് ഇപ്രാവശ്യവും വരാൻ പറ്റിയില്ല. വീട്ടിലെല്ലാവർക്കും പനിയാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ എല്ലാവരും കേക്കൊക്കെ വായി വെച്ച് കൊടുത്തു, ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. അന്നക്കുട്ടി ഭയങ്കര ഹാപ്പി. കാരണം ഞങ്ങളുടെ എല്ലാ ബർത്ത്ഡേസിനും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അന്നക്കുട്ടിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഗിഫ്റ്റ്സായിട്ട് അന്നക്കുട്ടി ഇങ്ങനെ അൺബോക്സ് ചെയ്ത് നോക്കാൻ കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരൊക്കെ കേക്ക് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് പോയിട്ടോ. അങ്ങനെ അന്നക്കുട്ടി ഗിഫ്റ്റ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് അന്നക്കുട്ടിയുടെ അപ്പച്ചനും അമ്മമ്മയും കൂടെ വന്നത്. അന്നക്കുട്ടിക്കാണെങ്കിൽ ഇപ്പം ഈയിടെയായിട്ട് പാൻസ് ആണ് കൂടുതൽ ഇഷ്ടം. ഷോർട്സ് ഒന്നും ഇടാറില്ല. അപ്പോഴും ഏകദേശം ഈ പരുവത്തിൽ ഇത് തന്നെ പാൻസ് ആണ് ഇഷ്ടം. ഇപ്പോഴും അവനതേ പുറത്തു പോകുമ്പോൾ ഇടാൻ ഇഷ്ടമുള്ളൂ. രണ്ടിരുന്ന പാൻറ്റ് ഉടുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ കിടന്ന് സുഖമായിട്ട് അന്നക്കുട്ടി ഒരു ഉറക്കം പാസ്സാക്കി 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്. അങ്ങനെ ഞങ്ങൾ നേരെ റിട്ടയർഡ് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഇറങ്ങുന്ന സമയം ഭയങ്കര മഴയായിരുന്നെങ്കിലും പള്ളിയിലെത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് തോന്നുന്നു. നമുക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. 9:30 വീട്ടിലെത്തി. അപ്പോൾ സനച്ചേച്ചി അങ്കിളും കൂടെ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അന്നക്കുട്ടിക്ക് ടെൻറ്റ്. ഇങ്ങയുടെ വകയുള്ള ഗിഫ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞാണ് വന്നത്. അന്നക്കുട്ടിക്ക് എന്ത് വാങ്ങും എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴാണ് അന്നക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം കുളിക്കാനാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇനി അന്നക്കുട്ടിക്ക് ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. കണ്ടപ്പോഴേ അന്നക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം 4 തവണയൊക്കെ അന്നക്കുട്ടി കുളിക്കും. അപ്പോൾ പിന്നെ ഈ കിടന്നിരുന്നും കുളിക്കാൻ പറ്റുന്ന ഐറ്റം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവത്തില്ല. അപ്പോൾ അന്നക്കുട്ടിക്ക് വിജയാനെയും സുബ്ബങ്ങളും കൂടെ കൊടുത്ത ഫ്രോക്കാണ് കേട്ടോ. രാത്രി 12 മണിക്ക് ഇടാനായിട്ട് തലേന്ന് ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ChatGPT കൊടുത്തപ്പോൾ അത് ഇതുപോലെ അടിപൊളിയാക്കി തന്നു കേട്ടോ. അന്നക്കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.